ഇത് ഇന്നലെ ആന വന്നിട്ട് ഇന്നലെ 8 മണിക്ക് തുടങ്ങിയ അക്രമാണ്. 8 മണിക്ക് തുടങ്ങി 2 ആന ആദ്യം വന്നു, അതിനെ ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് ആ 2 ആന പിന്നെ തിരിച്ചു വന്നു, 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നു. പിന്നെ 3 ആന വന്നു, ആ 3 ആന അതിനും കയറ്റി വിട്ടു, ഓടിച്ചു വിട്ടു. പിന്നെ 3 ആന കഴിഞ്ഞു, പിന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചു, അവര് വന്നു. പിന്നെ വന്നത് 4 ആനയാണ്, ഒരു കൊമ്പനം കൂടിയിട്ടാണ് 4 ആന വന്നത്, ഓൾറെഡി വന്നത്. ഇവിടെ കണ്ടാൽ അറിയാം ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാം. അധികാരികൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരിക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇവിടെ പ്രതിഷേധം കാര്യങ്ങളായിട്ട് പോകേണ്ടി വരും. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങളുമായി ചേർന്നത് തൃശ്ശൂരിൽ നിന്ന്. ചേലക്കരയിലെ വന്യമൃഗ ശല്യം, പ്രത്യേകിച്ചും കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. അടിക്കടി ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഏതായാലും ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് 4 കാട്ടാനകൾ പ്രദേശങ്ങളിൽ, തോന്നൂർക്കര, പടിഞ്ഞാറ്റുമുറി പോലുള്ള പ്രദേശങ്ങളിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് നാട്ടുകാർക്കിടയിൽ അടക്കം വളരെ വലിയൊരു പരിഭ്രാന്തിയാണ് പടർന്നത്. അതിൽ ആർത്തിക്കൽ അനീഷ് എന്ന ആളുടെ പറമ്പിൽ കയറി ആന കൃഷികളെല്ലാം നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, പനകൾ മറിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് വനം വകുപ്പ് എത്തി ആനകളെ കാട്ടിലേക്ക് തുരത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതാണ്, വാൽപ്പാറയിൽ വെച്ച് ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷപ്പെട്ടത് കഷ്ടിക്കാണെന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. ആ ഒരു വീട്, അമ്മയും കുഞ്ഞും മാത്രം ഉണ്ടായിരുന്ന ആ ഒരു വീട് 5 കാട്ടാനകൾ എത്തി തകർത്തു. വീടിനകത്തുണ്ടായിരുന്ന വസ്തുവകകളെല്ലാം നശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ചേലക്കരയുടെ ജനവാസ മേഖലകളിലും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുകയാണ്.